99% കൊടുക്കുന്ന സുരേഷ് ജയിക്കും. കൊടിക്കുന്നിൽ സുരേഷ്. കൊടുക്കുന്നിൽ സുരേഷ്. കൊടുക്കുന്ന സുരേഷിനാ. ഇവിടെ കൊടുക്കുന്നിൽ സുരേഷ് അല്ലാതെ വേറെ ഒരു ഓപ്ഷനേ ഇവിടെ ഇല്ല ഞങ്ങൾക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന സുരേഷ് ജയിക്കാനാണ് സാധ്യത. പൊതുവെ കോൺഗ്രസ് കൊടുക്കുന്ന സുരേഷ് ജയിക്കണമെന്നാണ് അഭിപ്രായം. കാര്യം ഇവിടെ ഈ ഇടത് വർഷത്തിന്റെ ഭരണം കൊണ്ടൊന്നും കാര്യമായ മെച്ചം ജനങ്ങൾക്കില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥി MS അരുൺകുമാർ ജയിക്കണം. കൊടുക്കുന്ന സുരേഷിനെ പോലെ ഇത്രയും പരിചയസമ്പന്നനായ ഒരാളല്ലാതെ ഇവിടെ ഇന്നലെ വന്ന അരുൺകുമാർ ജയിക്കണമെന്ന് ഞങ്ങൾ ആരും ഒരിക്കലും പറയത്തില്ല. അടുത്ത പ്രാവശ്യം ആരായിരിക്കും ഇവിടെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന മനുഷ്യൻ അദ്ദേഹമായിരിക്കും. അത്ര സീനിയോറിറ്റി ഉണ്ട്. നല്ല മനുഷ്യനാണ്. എടുത്തു പറയത്തക്ക കാര്യങ്ങൾ കൊല്ലം തേനി ദേശീയപാത അദ്ദേഹം കൊണ്ടുവന്നതാണ്. അതുപോലെ കേന്ദ്രത്തിന്റെ എല്ലാ അർഹതപ്പെട്ട അംഗീകാരങ്ങളും മേടിച്ച് കേരളത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് വിശ്വാസം എനിക്കുള്ള, ഞാനൊരു 70 വയസ്സുള്ള ആളാണ്. അപ്പോൾ എനിക്ക് നേരിട്ടറിയാം. അസുഖക്കാർക്ക് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. നാട്ടിലേക്ക് നിൽക്കുന്ന ഇതേമാതിരി ലൈറ്റുകളും റോഡുകളും എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ആളാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളാണ് അദ്ദേഹവും. കൊടുക്കുന്ന സുരേഷിനാണ് ചാൻസ്. അതെ അതെ. അയാളുടെ 7 വർഷം സ്ഥിരമായി ജയിക്കുന്ന ഒരാളായതിൻ്റെ പേര്, നാട്ടിൽ നന്മ ചെയ്യുന്നതിൻ്റെ പേര്, അങ്ങനെയൊക്കെയാണ് എൻ്റെ വ്യവസ്ഥ. നല്ല പറഞ്ഞാൽ അസുഖക്കാർക്ക് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. നാട്ടിലേക്ക് നിൽക്കുന്ന ഇതേമാതിരി ലൈറ്റുകളും റോഡുകളും എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ആളാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളാണ് അദ്ദേഹവും. അങ്ങനെയാണ് UDF-നകത്ത് ആൾക്കാരുള്ളത്. മഹാത്മാഗാന്ധിയുടെ ആദർശം പഠിക്കുന്ന ആൾക്കാരാണ് കൊടുക്കുന്ന. അതാ 7 പ്രാവശ്യം നിരന്തരം 7 പ്രാവശ്യം ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ച്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ച്. ഇപ്രാവശ്യം 1 ലക്ഷം ഇല്ലെങ്കിൽ 80 വോട്ടെങ്കിലും ജയിക്കുള്ളൂ. അടുത്ത പ്രാവശ്യം ആരായിരിക്കും ഇവിടെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന മനുഷ്യൻ അദ്ദേഹമായിരിക്കും. അത്ര സീനിയോറിറ്റി ഉണ്ട്. നല്ല മനുഷ്യനാണ്. കൊടുക്കുന്നിൽ സുരേഷ്. കൊടുക്കുന്ന സുരേഷിനെ പോലെ ഇത്രയും പരിചയസമ്പന്നനായ ഒരാളല്ലാതെ ഇവിടെ ഇന്നലെ വന്ന അരുൺകുമാർ ജയിക്കണമെന്ന് ഞങ്ങൾ ആരും ഒരിക്കലും പറയത്തില്ല. അദ്ദേഹത്തിന്റെ അത്രയും എന്താ പറയുക, പരിചയസമ്പന്നതയുള്ള ഒരാളല്ല ഇവിടെ മത്സരിക്കുന്ന ബാക്കി 2 സ്ഥാനാർത്ഥികളും. അതുകൊണ്ട് ഉറപ്പായും കൊടുക്കുന്ന സുരേഷ് തന്നെ മാവേലിക്കരയിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. നമ്മളെ ഒരു പോലീസിൽ നമ്മൾ ആദ്യം കോൺസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത്. കോൺസ്റ്റബിള് അതിന് പ്രൊമോഷൻ കിട്ടിയാണല്ലോ നമ്മൾ SP ആകുന്നത്. അപ്പൊ അത്രയും അവരുടെ ആ അല്ലെങ്കിൽ അവരുടെ ആ ജോലിയിൽ അവർ കാണിക്കുന്ന എന്താ പറയുക, അതിന് എക്സ്പീരിയൻസ് ആണ് അവരെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആ കൊടുക്കുന്ന സുരേഷ് ഇത്രയും നാൾ ഇവിടെ MP ആയിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹത്തെ വീണ്ടും ഇവിടെ മത്സരിക്കാൻ ഇവിടുത്തെ മാവേലിക്കര തെരഞ്ഞെടുത്തത്. ഉറപ്പായും മാവേലിക്കരയിൽ കൊടുക്കുന്ന സുരേഷ് തന്നെ വിജയിക്കും. അതിന് യാതൊരു തർക്കവും ഇല്ല. ഇവിടെ കൊടുക്കുന്ന സുരേഷ് അല്ലാതെ വേറെ ഒരു ഓപ്ഷനേ ഇവിടെ ഇല്ല ഞങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രവർത്തനമുള്ള ഒരു MP വേറെ കേരളത്തിൽ ഇല്ല. കാര്യം കൊടുക്കുന്നിലിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത്ര നല്ല പ്രവർത്തനങ്ങളാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ എത്ര വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ 3.5 കോടിയോളം രൂപയുടെ ഒരു റോഡിൻ്റെ വർക്ക് ഇപ്പോൾ അനുവദിച്ച് കിടപ്പുണ്ട്. അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുള്ള വഴിയുടെ തന്നെ ഒരു 5 ലക്ഷം രൂപയുടെ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ കൊടുക്കുന്നിലിൻ്റെ നമ്മുടെ ഈ പഞ്ചായത്തിൽ, അങ്ങനെ ഈ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ എത്ര പ്രവർത്തനങ്ങൾ എത്ര കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു ആളാണ് കൊടുക്കുന്ന സുരേഷ്. അതുകൊണ്ട് തീർച്ചയായിട്ടും, അതുപോലെ തന്നെ കേരയിൽ സമരത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കർഷക ആത്മഹത്യ നടന്ന സമയത്ത് കുട്ടനാട്ടിൽ അദ്ദേഹം കർഷകർക്കൊപ്പം നിന്നു. കേരളിൻ്റെ സമരത്തിൽ അവർക്കൊപ്പം നിന്നു. അങ്ങനെ ഇത്രയും കാര്യമായി ഇത്രയും ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു MP ആയിരുന്നു കൊടുക്കുന്ന സുരേഷ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൊടുക്കുന്ന സുരേഷ് തന്നെ ഇവിടെ ജയിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് തന്നെ കൊടുക്കുന്നിലായിരിക്കും, അല്ല അതിനപ്പുറം വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ഒരുപാട് പേര് പറഞ്ഞു ഇന്ത്യ കാണാനില്ല 5 വർഷത്തിൽ ഇലക്ഷന്റെ സമയത്തൊക്കെ വരുന്നത്. അത് വെറുതെ ഒരു വീട്ടിൽ, നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഏതൊരു വീട്ടിൽ ഒരു മരണമായിക്കോട്ടെ, ഒരു വിവാഹമായിക്കോട്ടെ, എന്ത് കാര്യങ്ങൾക്കും മുന്നിൽ ഉണ്ടാകും MP ഉണ്ടാകും. MP ഇല്ലാത്ത ഒരു പരിപാടി നമ്മുടെ ഈ പ്രദേശം, ഈ പാർലമെന്റ് മണ്ഡലത്തിലില്ല. പിന്നെ അതൊക്കെ അവർ വെറുതെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് MP കാണാനില്ല എന്നുള്ളത്. പൊതുവെ കോൺഗ്രസ് കൊടുക്കുന്ന സുരേഷ് ജയിക്കണമെന്നാണ് അഭിപ്രായം. കാര്യം ഇവിടെ ഈ ഇടത് വർഷത്തിന്റെ ഭരണം കൊണ്ടൊന്നും കാര്യമായ മെച്ചം ജനങ്ങൾക്കില്ല. കേന്ദ്രത്തിൽ പോയാലും അവരുടെ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രയോജനമില്ല. പൊതുവെ കോൺഗ്രസ് ആണ് ഇവിടെ ആവശ്യം. ഇനിയും ഭരണപക്ഷത്തുള്ളതും കോൺഗ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ജയിക്കണം. അതിൽ ഈ മാവേലിക്കര നിയമമണ്ഡലം കൊടുക്കുന്നിൽ ജയിക്കണം. നല്ല MP ആയിരുന്നു, നല്ല സർവീസ് ആയിരുന്നു.
കുഴപ്പമില്ല. കാര്യത്തിന് സമീപിച്ചാലൊക്കെ എപ്പോഴും വരും. എൻ്റെ വീട് കഴിഞ്ഞ ആഴ്ചയും വന്നിരുന്നു. കുഴപ്പമൊന്നുമില്ല. തനി ചാരുമുട്ടുകാരനാണ്, വന്നിരുന്നു. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ പൊതുവെ പാർട്ടിക്ക് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ കേന്ദ്രം കൊടുക്കുന്ന പൈസ കൊണ്ട് വികസനം നടത്താൻ പറ്റുള്ളൂ. അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൈസ കൊടുക്കുന്നതിൽ കോൺഗ്രസിന് ഒരു ഫണ്ടില്ല. കോൺഗ്രസിൻ്റെ ഫണ്ടുകളെല്ലാം വെട്ടിച്ചുരുക്കി കാര്യങ്ങൾ നടത്താനുള്ള ഒരു ഗ്രാഫ് അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിന് കുറച്ച് ക്ഷീണമുണ്ട് ഫൈനാൻസിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടണമെങ്കിൽ കോൺഗ്രസ് വീണ്ടും ഭരണത്തിൽ വരണം. ഈ ഇലക്ഷനോടുകൂടി കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് നല്ല ഹോപ്പുണ്ട്. ഒരു 260-270 സീറ്റ് പിടിക്കും. ഉറപ്പായിട്ടും പിടിക്കും. ഇന്ത്യയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MS അരുൺകുമാർ ജയിക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ എത്ര വർഷം കൊണ്ട് ഇപ്പോൾ കൊടുക്കും സുരേഷ് ഇവിടെ MP ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് ഈ മാളികര മണ്ഡലം ചെയ്ത വികസനങ്ങൾ? അഴിമതി രഹിതമായ ഒരു ഭരണമാണ് ഇത്ര നാളും കാഴ്ചവെച്ചിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ എന്ത് വികസനം നടത്തിയത്? ഇപ്പം ഉദാഹരണത്തിന് തന്നെ സാനിറ്റോറിയത്തിൻ്റെ ഇതിനെ എടുക്കാം. ഈ സാനിറ്റോറിയത്തിൻ്റെ ഇപ്പം നിലവിലുള്ള ശോചനാവസ്ഥ പരിഹരിച്ചതാരാ? മുൻ MLA രാജേഷ് MLA. എത്ര വർഷം കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇവിടുത്തെ MP ആയിട്ടിരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്തത്? എന്താണ് ഈ നാടിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമേ ഒരു MP കാണുന്നുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ ഇലക്ഷൻ വന്നുകൊണ്ട് MP കണ്ട് ഇതിനിടയ്ക്ക് ചുനക്കരയിൽ നിന്നൊരു പ്രസംഗത്തിൽ പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ കിട്ടുന്നത് ഇത്രയും കോടിയായിട്ട് കൊണ്ട് എനിക്ക് എല്ലാ പഞ്ചായത്തിലും വിനിയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന്. പിന്നെ എന്തിനാണ് വിനിയോഗിക്കാൻ പറ്റുന്നില്ല? പിന്നെ എന്തിനാണ് വീണ്ടും ഇദ്ദേഹം മത്സരിക്കുന്നത്? ഒരു MP പാർലമെന്റിലോട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ്. ശരിയല്ലേ? അല്ലാതെ ഈ 5 വർഷം കൂടി ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ഞാൻ വന്നിട്ട് ഞാൻ അത് ചെയ്യാൻ വാഗ്ദാനങ്ങൾ നൽകിയപ്പോരാ. ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയാൽ അത് പാലിക്കുന്ന ഒരു MP ആയിരിക്കണം. അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല. അതിൽ പരാജയപ്പെട്ട ആളാണ്. അതുകൊണ്ട് പുതുതലമുറ വരട്ടെ. ഈ പ്രാവശ്യം അരുൺകുമാർ വരട്ടെ. ഇവിടെ ഇപ്പോൾ ടൈറ്റ് മത്സരമാണ്. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് പറയാമായിരുന്നു ഇന്നാൾ ജയിക്കുമെന്നും. പക്ഷേ ഇപ്പോൾ നല്ല ടൈറ്റ് മത്സരമാണ്. ഇപ്പോൾ പിന്നെ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അരുൺകുമാറിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നതിൽ ഇപ്പം 4-5 വർഷമായിട്ട് കഴിഞ്ഞതുകൊണ്ട് പൊതുജനത്തിന് മുമ്പിൽ ചെറിയൊരു അതൃപ്തിയുണ്ട്. എന്നാൽ ഇപ്പം കൂടുതൽ സാധ്യത അരുൺകുമാറിനാണ്. അതെ. കൊടിക്കുന്നിൽ സുരേഷ് എന്തുകൊണ്ടാണ്? അദ്ദേഹം നല്ല ആളാണ്. 30 വർഷം കൊണ്ട് MP ആണ്. ഈ വർഷം കഴിഞ്ഞ വർഷം 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചാണ്. ഈ വർഷം അതിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കും. ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ. കൊല്ലം ദേശീയപാത അദ്ദേഹം കൊണ്ടുവന്നതാണ്. അതുപോലെ കേന്ദ്രത്തിന്റെ എല്ലാ അർഹതപ്പെട്ട അംഗീകാരങ്ങളും മേടിച്ച് കേരളത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് വിശ്വാസം എനിക്കുള്ള. ഞാൻ 70 വയസ്സുള്ള ആളാണ്. അപ്പോൾ എനിക്ക് നേരിട്ടറിയാം. അറിയാം. അത് ചെറുപ്പക്കാരനാണെന്ന് മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ. പുള്ളിക്കാരൻ CPI-കാരനാണ്. അദ്ദേഹം നല്ല മനുഷ്യൻ, അഡ്വക്കേറ്റാണ്. നമ്മൾ കുറ്റം പറഞ്ഞതല്ല. ഇപ്പൊ ഇവിടുത്തെ കാഴ്ചപ്പാടിൽ അറിയുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരു പാർട്ടിക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ. നേരിട്ട് എന്ന് കാണാം. ഒരു കുഴപ്പമില്ല. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. ആണ് എനിക്കറിയാം. ഞാൻ മാലിക്ക മണ്ഡലക്കാരനാണ്. മാലിക്ക മണ്ഡലത്തിൽ ഇപ്പോൾ 3ാമത്തെ വട്ടം ഇപ്പൊ നിൽക്കുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ 60,000 വോട്ടിന് മേളിൽ ഭൂരിപക്ഷം കിട്ടും. അത് ഉറപ്പാ. പെരുമാറ്റം അങ്ങനെയാണ്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന സുരേഷ് ജയിക്കാനാണ് സാധ്യത. അപ്പോൾ പുള്ളി പാർലമെന്റിൽ നല്ല പ്രവർത്തകനാണ്. നല്ല MP ആയിരുന്നു. നല്ല പ്രവർത്തനമാണ്. അതായത് ഇന്ത്യൻ പാർലമെന്റിന്റെ ശബ്ദമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. അതുകൊണ്ടാണ് 99% കൊടുക്കുന്ന സുരേഷ് ജയിക്കും. ഉറപ്പാണ്. നല്ല പ്രവർത്തനമാണ്. എല്ലാ കാര്യത്തിനും അറിഞ്ഞ് ഓടിയെത്തുന്ന ഒരാളാണ്. നല്ല സഹകരണമാണ്. എല്ലാവരും നല്ല സഹകരണം. അത് എന്തോ ആയിക്കോട്ടെ. നല്ല ചെയ്യുന്നവർക്ക് എപ്പോഴും നമ്മൾ വോട്ട് കൊടുത്തിരിക്കും.